ഹായ്, ഈ കാണുന്നൊരു കിച്ചൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്യുവർ ഡിസൈൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 360 സെൻറ്റിമീറ്റർ നീളവും 300 മീറ്റർ വീതിയിലും വരുന്നതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത്. കിച്ചണിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഉയരം കുറഞ്ഞ 3 പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 2 പാളിയുടെ ഒരു വിൻഡോയും ഈ ഭാഗത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറുമാണ് വരുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ചെറിയൊരു ഡെക്കർ സ്റ്റോറേജ് ഐറ്റംസും നൽകിയിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന സ്ലാബും റാക്കും ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റോറേജ് ഷെൽഫ് നൽകി 100% യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഉയരം കുറഞ്ഞ വിൻഡോ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കയ്യെത്തി തുറക്കാവുന്ന രീതിയിൽ ധാരാളം ഷെൽഫുകളും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചൻ്റെ കബോർഡുകൾ എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് നോക്കാം. ഈ കാണുന്ന ഒരു ഷെൽഫ് പാത്രങ്ങളും മറ്റും വെക്കാനുള്ള പുൾ ഔട്ടായിട്ടാണ് വരുന്നത്. സിങ്ങിന് താഴെയായിട്ട് വരുന്ന ഇത് നോർമൽ ഷട്ടേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. സ്റ്റൗവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന ഈ 2 സ്റ്റോറേജും നോർമൽ പുൾ ഔട്ട് തന്നെയാണ്. ഇതൊരു ഓയിൽ പുൾ ഔട്ടാണ് വരുന്നത്. സ്റ്റൗവിന് തൊട്ട് താഴെയായിട്ട് കട്ട്ലറി യൂണിറ്റിൻ്റെ പുൾ ഔട്ടുകളാണ് നൽകിയിരിക്കുന്നത്. ബാക്കി വരുന്ന 3 സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് നോർമൽ ഷട്ടേഴ്സ് നൽകിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഉയരം കുറഞ്ഞ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ മുകളിൽ ധാരാളം കൈ എത്തി തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജുകൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ കിച്ചന് കൂടുതൽ ഭംഗി വരാൻ വേണ്ടിയിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെ എലമെൻറ്റുകൾ നൽകിയിട്ട് ചില സ്റ്റോറേജുകൾ വിസിബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിലവിലുള്ള റാക്കുകൾക്ക് മുകളിലായിട്ട് ഫുൾ ഹൈറ്റിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റോറേജും നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഹുഡ് ആൻഡ് ഹോബിൻ്റെ പൈപ്പ് പോകുന്ന സെക്ഷൻ കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് ഫുൾ ഹൈറ്റിൽ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ബാർ കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഈ കിച്ചൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്